നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട ശശിധരൻ എന്ന പോലീസുകാരന്റെ തൃക്കൂരിലെ വീട്ടിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെയാണ് സംഘർഷം ഉണ്ടായത്. മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ നിലയുറപ്പിച്ചു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ചാടിക്കടന്ന 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് DCC സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. സന്ദീപ് കണിയത്ത് അധ്യക്ഷനായിരുന്നു. സെബി കൊടിയൻ, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, പോൾസൺ തെക്കുംപീടിക, സുനിൽ മുളങ്ങാടൻ, ഷെന്നി പനോക്കാരൻ, ആൽവിൻ വർഗീസ്, KL ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. സലീഷ് ചമ്പാറ, റിൻഡോ ജോൺസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിഷേധത്തിനെതിരെ പുതുക്കാട് പോലീസ് കേസെടുത്തു. ചാലക്കുടി DYSP PC ബിജികുമാറിന്റെയും പുതുക്കാട് SHO A ആദം ഖാന്റെയും നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് നീ ഓർത്ത് കളിച്ചോ, ഇത് നിനക്കും നിന്റെ കൂട്ടുകാർക്കും നിന്റെ സഹപ്രവർത്തകർക്കുമുള്ള അവസാന വാക്കാണ് ശശിധര. ഓർത്ത് കളിച്ചോ. തൃക്കൂരിന്റെ മണ്ണാണ്. അദ്ദേഹത്തെ തൃക്കൂരിന്റെ മണ്ണിലും ഈ നാട്ടിലും ആ കാക്കി വേഷത്തിലും ബഹുമാനപൂർവ്വം പറയുന്നു, ആ കാക്കി വേഷത്തിലും ഇവിടെ ഞങ്ങൾ ഈ നാട്ടിലൂടെ, ഈ തൃക്കൂരിലെ മണ്ണിലൂടെ യൂത്ത് കോൺഗ്രസിന്റെയും മൂവർണ്ണക്കൊടി നിറഞ്ഞ ഈ മണ്ണിലൂടെ നടത്തിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ പിണറായി സർക്കാരിന്റെ പോലീസിന്റെ പണിയാളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഓണക്കാലത്ത് 40 ടൺ പച്ചക്കറി വിറ്റഴിച്ച മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കുറി വിറ്റഴിച്ചത് 8 ടൺ മാത്രം. ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാറുള്ള മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. തുടർച്ചയായ മഴ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും വൻതോതിൽ പച്ചക്കറി വിളയിക്കാറുള്ള കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് ഇതിന് കാരണമായത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ കൊടാലിയിലുള്ള സ്വാശ്രയ കർഷക ചന്ത വഴി കഴിഞ്ഞ ഓണക്കാലത്ത് വിറ്റഴിച്ചത് 40 ടണ്ണോളം പച്ചക്കറി ആയിരുന്നെങ്കിൽ ഇത്തവണ ഓണ സീസണിൽ ഇതുവരെ വിറ്റഴിച്ചത് 9 ടണ്ണിൽ താഴെ മാത്രമാണെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CK പീതാംബരൻ പറഞ്ഞു. നമുക്ക് ഇത്തവണ പച്ചക്കറിയുടെ വിപണനത്തിൽ പറഞ്ഞാൽ ശരിക്ക് ഒന്നും ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ ഒരു 8 ടൺ പച്ചക്കറിയാണ് നമ്മുടെ ഈ ഓണ സീസണായിട്ട് നമ്മുടെ സമുദ്രത്തിൽ വന്നത്. കഴിഞ്ഞ വർഷം 40 ടൺ ഉണ്ടായവർക്ക് വെറും 8 ടണ്ണായിട്ട് മാറി. അപ്പം 32 ടണ്ണിന്റെ ഷോർട്ടാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കി ഏക്കർ കണക്കിന് സ്ഥലത്ത് മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാറുള്ള കർഷകർ പ്രതികൂല കാലാവസ്ഥയും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കാൻ ഇടയാകാറുള്ള സാഹചര്യവും കണക്കിലെടുത്ത് കൃഷിയിൽ നിന്ന് മാറി നിന്നതുമാണ് മലയോരത്തെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാക്കിയത്. ചെറുകിട കർഷകർ കൃഷി ചെയ്ത പച്ചക്കറി മഴക്കെടുതിയിൽ നശിച്ചു പോയതും ഓണസമയത്ത് വിളവെടുപ്പിന് പാകമാകാതിരുന്നതും ഉൽപ്പാദനത്തെ ബാധിച്ചു. മലയോര മേഖലയിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന കാട്ടാന, മയിൽ, മാൻ തുടങ്ങിയവയുടെ ശല്യവും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. മുൻ വർഷങ്ങളിൽ മറ്റത്തൂരിൽ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറിയാണ് ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഇവിടെ നിന്ന് കൂടുതൽ പച്ചക്കറികളും കൊണ്ടുപോയിരുന്നത്. ഇതിൽ തന്നെ മത്തങ്ങ, കുമ്പളങ്ങ, പയർ എന്നീ ഇനങ്ങളായിരുന്നു കൂടുതലായി കൊണ്ടുപോയിരുന്നത്. ഉൽപാദനം കൂടുന്നതിന് അനുസൃതമായി വിപണിയിൽ നിന്ന് ഡിമാൻഡ് ഇല്ലാതെ
വന്നതിനാൽ മുൻ വർഷങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയ സാഹചര്യവും കർഷകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഈ ദുരനുഭവം മുൻനിർത്തിയാണ് ഇത്തവണ പല കർഷകരും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 കോടി രൂപയിലേറെ വിറ്റുവരവ് നേടി ജില്ലയിൽ ഒന്നാമതെത്തിയ VFPCK സമിതിയാണ് മറ്റത്തൂരിലേത്. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. പവന് ഇന്ന് 560 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന് 79,560 രൂപയും ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 9,945 രൂപയുമാണ് വിപണി വില. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് 87,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. 1 ഗ്രാം 916 ഹോൾമാർക്ക് വെള്ളിയുടെ വിപണി വില 133 രൂപയാണ്. വ്യാജ ആപ്പ് വഴി QR കോഡ് സ്കാൻ ചെയ്ത് 17,000 രൂപ അയച്ചതായി തെറ്റിദ്ധരിപ്പിച്ച് മൊബൈൽ ഫോൺ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പെരിഞ്ഞനം സ്വദേശി എള്ളുംപറമ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള അഹമ്മദിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. സെപ്റ്റംബർ 4-നായിരുന്നു സംഭവം. മതിലകം സെന്ററിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ പാർക്ക് എന്ന മൊബൈൽ ഷോപ്പിൽ വന്ന പ്രതി മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടിരുന്നു. 17,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം മൊബൈൽ ഷോപ്പിലെ QR കോഡ് സ്കാൻ ചെയ്ത് സ്ക്രീൻഷോട്ട് കാണിക്കുകയും ചെയ്തു. എന്നാൽ ഷോപ്പ് ഉടമ നൌഫൽ പണം ക്രെഡിറ്റ് ആയില്ലെന്ന് കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വ്യാജ ആപ്പ് വഴിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO MK ഷാജി, SI അശ്വിൻ റോയ്, GSCPOമാരായ സനീഷ്, ഷനിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വരാക്കര കാളക്കല്ല് ചിക്കിനി കരിയിൽ ജോർജ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ത്രേസ്യാമ്മയാണ് ഭാര്യ. സിസ്റ്റർ ലിസ, സജി, ജോമോൾ, ജോബി, പരേതനായ ജയ്മോൻ എന്നിവർ മക്കളും ടിന, ആൻഡോ, ലിജോ എന്നിവർ മരുമക്കളുമാണ്. കോടാലി അന്നാംപാടം കോച്ചക്കാടൻ അന്തോണി ഭാര്യ ആനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ട്, അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,945 രൂപയും പവന് 79,560 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.